നമസ്കാരം. ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കുന്ന ഒന്നാണ് ആധാർ. എന്നാൽ സാധാരണ ഒരു തിരിച്ചറിയൽ രേഖ എന്നതിനപ്പുറം ആളുകൾ ആധാർ നിരവധി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ, മൊബൈൽ സിം എടുക്കാൻ, സർക്കാർ പദ്ധതികളിൽ അപേക്ഷ സമർപ്പിക്കാൻ, പെൻഷൻ എന്നിവയ്ക്കും ആളുകൾ ആധാർ ഉപയോഗിക്കുന്നുണ്ട്. ആധാർ എടുക്കാൻ പോകുന്നതും അത് ലഭിക്കാനുള്ള കാലതാമസവും പലർക്കും നല്ല ബുദ്ധിമുട്ടുകൾ നൽകാറുണ്ട്. എന്നാൽ ആധാർ എടുക്കാതിരിക്കാനും പറ്റില്ല. ആധാറിന്റെ വിവരങ്ങളൊക്കെ നൽകി കഴിഞ്ഞാൽ അത് കയ്യിൽ കിട്ടാനും സമയമെടുക്കുമായിരുന്നു. എന്നാൽ പിന്നീട് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നു. നിലവിൽ ആധാർ ജനങ്ങളിലേക്ക് വീണ്ടും വേഗത്തിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് പുതിയതായ ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്. മൈ ഗവൺമെന്റ് ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് ബോർഡ് വഴി ഇനി ജനങ്ങൾക്ക് നേരിട്ട് ആധാർ വാട്സപ്പിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു അവസരമാണ് ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ തീരുമാനം ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കൾക്ക് ഗുണം ചെയ്യും. ആധാർ ലഭിക്കുന്ന പ്രക്രിയ കുറച്ചുകൂടെ ലളിതമാക്കുകയും ചെയ്യും. നേരത്തെയും ആധാർ ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു. അതിനായി UIDAI പോർട്ടൽ അല്ലെങ്കിൽ ഡിജി ലോക്കർ ആപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കണമായിരുന്നു. എന്നാൽ വാട്സാപ്പ് വഴി ആധാർ ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം വന്നതോടെ ആധാറും ഡിജി ലോക്കറുമായി ലിങ്ക് ചെയ്ത മറ്റു ഡോക്യുമെന്റുകളും സുരക്ഷിതമായി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വാട്സാപ്പ് സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. പുതിയ സേവനം ഉപയോഗിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ആധാർ ഡൗൺലോഡ് ചെയ്യുന്ന ആളിന് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. മൈ ഗവൺമെന്റ് ഹെൽപ്പ് ഡെസ്ക് വാട്സാപ്പ് നമ്പർ കയ്യിൽ ഉണ്ടായിരിക്കണം. മൈ ഗവൺമെന്റ് ഹെൽപ്പ് ഡെസ്ക് വാട്സാപ്പ് നമ്പർ +91 90 13 15 15 15 എന്നതാണ്. വാട്സാപ്പ് ഉപയോഗിച്ച് എങ്ങനെ ആധാർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും? മൈ ഗവൺമെന്റ് ഹെൽപ്പ് ഡെസ്ക് വാട്സാപ്പ് നമ്പർ സേവ് ചെയ്യണം. നമ്പർ ഓപ്പൺ ചെയ്ത് ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം ചാറ്റ് ബോർഡ് മെനുവിൽ നിന്നും ഡിജി ലോക്കർ സേവനങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ നൽകുക. നിങ്ങൾ ഏത് നമ്പറിലാണോ ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് OTP ലഭിക്കും. OTP നമ്പർ തിരികെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ലഭ്യമായ രേഖകളുടെ ലിസ്റ്റ് കാണിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് ആധാർ തിരഞ്ഞെടുക്കാം. PDF ഫോർമാറ്റിൽ ആധാർ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരു സമയം ഒരു ഡോക്യുമെന്റ് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. ആധാർ ഡിജി ലോക്കറുമായി ലിങ്ക് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉപയോക്താക്കൾ ഡിജി ലോക്കർ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി അത് അപ്ഡേറ്റ് ചെയ്യണം. കൂടാതെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആധാറിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അല്ലെങ്കിൽ വിലാസം നേരിട്ട് ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. അതിനായി അവർ നേരിട്ട് ഒരു ഓൺലൈൻ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയോ കാത്തു നിൽക്കുകയോ ചെയ്യേണ്ടതില്ല. വിരലടയാളം ഐറിസ് സ്കാനുകൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ മികച്ച രീതിയിലാക്കി. ബാങ്കിംഗ്, ഇൻഷുറൻസ്, മറ്റ് ഗവൺമെന്റ് സേവനങ്ങൾ എന്നിവയിലെ പരിശോധന വളരെ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ ആധാർ കൊണ്ട് ഇപ്പോൾ സാധിക്കും. അതുപോലെ മാസ്ക്ഡ് ആധാർ നിലവിൽ വന്നിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിൽ അവസാനത്തെ 4 അക്ക നമ്പറുകൾ മാത്രമായിരിക്കും ദൃശ്യമാകുക. ജനങ്ങളുടെ സ്വകാര്യ ഡേറ്റ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഈ സംവിധാനം ഗുണം ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനും മൊബൈൽ കണക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സേവനത്തിനായി ഐഡന്റിറ്റി പരിശോധനകൾ എന്നിവ മുൻപത്തേക്കാൾ എളുപ്പമായി. അതുപോലെ ഈ KYC പ്രക്രിയ കൂടുതൽ ലളിതവും ബുദ്ധിമുട്ടില്ലാത്തതുമാക്കി. ആധാർ, പാൻ, ബാങ്ക് അക്കൗണ്ട് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നത് നിർബന്ധമാക്കിയതിനാൽ നികുതി, സാമ്പത്തിക സേവനങ്ങൾ ലളിതമാക്കുകയും തട്ടിപ്പിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്തു. UIDAI ഉടൻ തന്നെ ഓഫ്ലൈൻ ആധാർ പരിശോധന അവതരിപ്പിച്ചേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതായത് ഇന്റർനെറ്റ് ഇല്ലാതെ പോലും ആധാർ ഉപയോഗിച്ചുള്ള ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.